ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിരമിഡ് എന്താണ്, പിരമിഡ് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ എന്താ പഠിച്ചത്? പിരമിഡിന് ഒരു പാദം വേണം, അതുപോലെ 4 വശത്തും 4 ത്രികോണം വേണം. പാദം എന്തായിട്ടുണ്ടാവുക? പാദം ഒരു ചതുരായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ടാണ് ഉണ്ടാവുക. പാർശ്വം എന്തായിട്ടുണ്ടാവുക? 4 ത്രികോണങ്ങൾ, അല്ലെങ്കിൽ ലാറ്ററൽ സൈഡ് 4 ട്രയാങ്കിൾ ആയിട്ടാണ് ഉണ്ടാവുക. ആ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണങ്ങളൊക്കെ എന്താവണം? ഒന്നുമില്ലെങ്കിൽ സമഭുജ ത്രികോണങ്ങളാവണം, അല്ലെങ്കിലോ സമപാർശ്വ ത്രികോണങ്ങളാവണം, അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവണം, അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആവണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യാണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ പിരമിഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് നമുക്ക് എത്ര പെയിന്റ് അടിക്കാൻ പറ്റും? ഓക്കെ, ഇനി നമ്മളിത് പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം പേപ്പർ നമുക്ക് ആവശ്യമാണ് എന്തിന്? പിരമിഡ് ഉണ്ടാക്കാൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയും, നമുക്ക് ഇതിന്റെ പുറത്ത് പെയിന്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് കാണേണ്ടി വരിക? ആ പുറത്ത് എത്രത്തോളം സ്ഥലം ഉണ്ടെന്ന് കാണണ്ടേ? അപ്പൊ ആ സ്ഥലത്തിന് നമ്മൾ എന്താ പറയാ? അതിന് നമ്മൾ പറയുന്ന പേരാണ് പരപ്പളവ്, അല്ലെങ്കിൽ ഏരിയ. ഓക്കെ, അപ്പൊ നമ്മൾ പിരമിഡ് അല്ലെങ്കിൽ സ്തൂപിക, നമ്മള് മലയാളത്തിൽ അതിന് എന്താ പറയാ? ചതുരശ്ര സ്തൂപിക എന്ന് പറയാം. ഓക്കെ, അപ്പോ ഞാനത് എപ്പോഴെപ്പോഴും പറയില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ പിരമിഡ് അഥവാ സ്തൂപിക, ഈ സ്തൂപിക ഇതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, ഓക്കെ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ, അതായത് മുഴുവനായിട്ടുള്ള സർഫസ് ഏരിയ. അതുപോലെ എന്താ? ഉപരിതല പരപ്പളവ്, അതായത് പുറത്ത് മൊത്തമുള്ള പരപ്പളവ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ കിട്ടാം? ഞാൻ പറഞ്ഞ താഴെ ഒരു സ്ക്വയർ ഇല്ലേ, അല്ലെങ്കിൽ താഴെ ഒരു ചതുരല്ലേ? ആ ചതുരത്തിന്റെ ഒരു വശത്തിന് ഞാൻ എന്താ വിളിച്ച്? എ എന്നല്ലേ? ഇതൊക്കെ എന്താണ്? എ. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ്? ചതുരത്തിന്റെ പരപ്പളവ് സമം, അല്ലെങ്കിൽ ഏരിയ സമം എത്ര വരിക? എ ഇൻറ്റു എ അല്ലെ? അങ്ങനെയല്ല നമ്മൾ പഠിച്ച്, വശം ഇൻറ്റു വശം, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ എ ഇൻറ്റു എ, അതെന്താണ് എനിക്ക് വരിക? എ സ്ക്വയർ ആണ് വരിക, ആണല്ലോ? എ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇതിനെ എന്താ വിളിച്ചിരുന്നത്? പാദവക്ക് അല്ലെങ്കിൽ ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് പറഞ്ഞാൽ എ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എ ഇൻറ്റു എ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ. ഇനി നമുക്ക് നോക്കേണ്ടത് ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര വരുന്ന? ഈ എ എന്ന് പറയുന്നതന്നെയല്ലേ നമ്മുടെ ത്രികോണത്തിന്റെ പാദം വരിക, അല്ലെ? അതായത് പാദവക്കന്നെയാണ് എന്ത് വരിക? ത്രികോണത്തിന്റെ പാദം വരിക, എ വരിക. ഓക്കെ, ത്രികോണത്തിന്റെ ഉയരം, ഈ ഉയരത്തിന് നമ്മൾ ചെരിവ് ഉയരം എന്നാ പഠിച്ചത്. ഓക്കെ, ചെരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാൻഡഡ് ഹൈറ്റ്, അതിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക? എൽ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി നമ്മൾ പറയാം, ഇങ്ങനത്തെ എത്ര ത്രികോണം ഉണ്ട് നമുക്ക്? 4 ത്രികോണം. അപ്പൊ 4 ത്രികോണം ഉണ്ട്. ഓക്കെ, ഇൻറ്റു ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? അര ഇൻറ്റു ഡി ഇൻറ്റു എച്ച് ആണ്. അര ഇൻറ്റു ഡി ഇൻറ്റു എച്ച് ആണ്. ഇവിടെ ബി എത്രയാണ്? ബി പറഞ്ഞ നമ്മളെ പാദം എ അല്ലേ? അപ്പൊ ബിക്ക് പറഞ്ഞാൽ എന്ത് എഴുതി? ഏന്ന് എഴുതി. എച്ച് പറഞ്ഞ എത്രയാണ്? എച്ച് പറഞ്ഞാൽ നമ്മളെ ലംബം അല്ലെങ്കിൽ ഹൈറ്റ്, അത് എത്രയാണ്? ഇവിടെ നമ്മൾ എൽ എന്ന് എഴുതുന്നുണ്ട്, അതിനെന്ത് എഴുതി? എൽ എന്ന് എഴുതി. അപ്പൊ ഇത് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വരും? 4 ഇൻറ്റു 1 എത്ര? 4 തന്നെ ബൈ 2 എത്ര? 2. 2 ഇൻറ്റു എ ഇൻറ്റു എൽ. അപ്പൊ എന്താ വരിക? എ ഇൻറ്റു എല്ലിന് ഞാൻ എ ഇൻറ്റു എൽ തന്നെ എഴുതും. അപ്പൊ എനിക്ക് ഇൻറ്റു ഒന്നും ഇല്ലാണ്ട് ഞാൻ എങ്ങനെ എഴുതാം? എ എൽ. അപ്പൊ എത്ര എനിക്ക് വന്ന്? 2al. അതായത് നമ്മളെ ത്രികോണത്തിന്റെ മൊത്തം പരപ്പളവ് എത്രയാണ്? 2al ആണ്. നമ്മളെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് എത്ര ആവും? എ സ്ക്വയർ പ്ലസ് 2al. എന്താണ്? എ സ്ക്വയർ പ്ലസ് 2al. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു, അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് സമം എ സ്ക്വയർ പ്ലസ് 2al ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ടോ? ഇപ്പൊ ഇത് ഈ ഇക്വേഷൻ അറിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക, പിന്നെ 1ന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക, എന്നിട്ട് 4 കൊണ്ട് ഇൻഡ് ചെയ്യുക, എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യുക? അത് മൊത്തം കൂട്ടിയാൽ മതി. അങ്ങനെ വേണേലും ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എയും എല്ലും അറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമവാക്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഉപരിതല പരപ്പളവ് മൊത്തം കിട്ടും. ഓക്കെ ആണല്ലോ? ഈ ഒരു ഇക്വേഷൻ മനസ്സിലായാൽ മാത്രമാണ് ഇനി നമുക്ക് അടുത്തുള്ള 5 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 259 ആദ്യത്തെ ചോദ്യം ചെയ്യാം. അപ്പൊ ചോദ്യം പറയുന്നത് ഇതാണ്: ഒരു പിരമിഡ് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, ആ പിരമിഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ നമുക്ക് തന്നിക്കണു? ഒരു സമചതുരം തന്നിക്കണു, അതുപോലെ തന്നെ 4 ത്രികോണം തന്നിക്കണു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് മൊത്തം നമുക്ക് എത്രത്തോളം പേപ്പർ വേണ്ടി വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര സെന്റിമീറ്റർ സ്ക്വയർ പേപ്പർ വേണ്ടി വരുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എളുപ്പത്തിൽ എന്താ കാണേണ്ടത്? ഇതിന്റെ ഉപരിതല പരപ്പളവാണ് ശരിക്കും നമുക്ക് കാണേണ്ടത്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത് എന്ത്? എത്ര പേപ്പർ വേണ്ടി വരും ഇത് ഉണ്ടാക്കാൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ചോദ്യം മനസ്സിലാക്കുക. ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ ചതുരം അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഒരു വശം എത്ര നമ്മൾ പറഞ്ഞു? ഇത് 5 ആണെന്ന് പറഞ്ഞു. ഒക്കെ എത്രയാണ്? 5 ആണെന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ നമ്മൾ ത്രികോണം, ഒരു ത്രികോണത്തിന്റെ പാദ എത്രയാണ് വരിക? പാദം എത്രയെന്ന് പറഞ്ഞു? 5 പറഞ്ഞു. കാരണം ഇത് 5 ഇതും 5 തന്നെ വരണം. ഓക്കെ ആണല്ലോ. പിന്നെ എന്ത് പറഞ്ഞു? ത്രികോണത്തിന്റെ ഉയരം, അതായത് ഈ ബേസിൽ നിന്ന് ഈ കോർണർക്കുള്ള ഉയരം, അത് നമ്മളോട് എത്രയെന്ന് പറഞ്ഞു? അത് നമ്മളോട് 8 പറഞ്ഞു. ഓക്കെ ആണല്ലോ. എത്രയെന്ന് പറഞ്ഞു? 8 പറഞ്ഞു. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വന്നത്? ഈ 5 പറയുന്ന ആരാണ്? നമ്മളെ എ. അപ്പൊ എ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എൽ എന്താ കിട്ടി? എൽ പറഞ്ഞ ത്രികോണത്തിന്റെ ഹൈറ്റ് അല്ലേ? ത്രികോണത്തിന്റെ ഹൈറ്റ് നമുക്ക് എത്ര നിൽക്കുന്നു? 8 നിൽക്കുന്നു. നമുക്ക് എന്താണ് കാണേണ്ടത്? ഉപരിതല പരപ്പളവാണ് ശരിക്കും കാണേണ്ടത്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവർ ചോദിച്ചത്. അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. എന്താണ് ഈ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് കാണാനുള്ള സമവാക്യം? എ സ്ക്വയർ പ്ലസ് 2a അല്ലേ? ആണല്ലോ. എ എത്രയാണ്? 5. അപ്പൊ 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് പകരം 5 ഇൻറ്റു എൽ എത്രയാണ്? 8. ഓക്കെ. ഇനി പറയാം 5 സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് 2 ഇൻറ്റു 5 10 10 ഇൻറ്റു 8 80. ഓക്കെ. അപ്പൊ എത്ര വന്നു? 80. 25ഉം 80 എത്രയാണ്? 105 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എന്റെ ആൻസർ എത്രയാണ്? 105 സെന്റിമീറ്റർ സ്ക്വയർ പേപ്പർ വേണം എനിക്ക് എന്തുണ്ടാക്കാൻ? ഇങ്ങനത്തെ ഒരു പിരമിഡ് ഉണ്ടാക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പൊ വളരെ എളുപ്പമാണ്. ഇത് വളരെ എളുപ്പമായത് എന്തുകൊണ്ടാ? നമുക്ക് ഈ സമവാക്യം അറിയുന്നോണ്ട്. മനസ്സിലായല്ലോ. പിരമിഡിന്റെ ഉപരിതല പരപ്പളവ് കാണാനുള്ള സമവാക്യമാണ് എന്ത്? എ സ്ക്വയർ പ്ലസ് 2al. ഓക്കെ. ഇനി നമുക്ക് പേജ് നമ്പർ 259 രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം പറയുന്നത് ഇതാണ്. നമുക്കൊരു സ്ക്വയർ പിരമിഡ് ഉണ്ട്, അഥവാ ഒരു സമചതുര സ്തൂപിക ഉണ്ട്. ഇതെന്താണ്? ഒരു കളിപ്പാട്ടാണ്, ഒരു ടോയ് ആണ് നമ്മളോട് പറഞ്ഞു. ഓക്കെ. ഈ ടോയുടെ പാദവക്ക് അല്ലെങ്കിൽ ബേസ് എഡ്ജ്, അപ്പൊ ഞാൻ അത് വരക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വരക്കാം. അതായത് നമ്മളെ സ്ക്വയർ പാദവക്ക് പറഞ്ഞാൽ നമ്മളെ ചതുരത്തിന്റെ സൈഡ് അല്ലേ? എ എത്രയെന്ന് പറഞ്ഞു? 16 പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ ചെരിവ് ഉയരം, അതായത് ത്രികോണത്തിന്റെ ഉയരം, അതായത് എൽ എത്രയെന്ന് പറഞ്ഞു? 10 പറഞ്ഞു. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഇന്നത്തെ 500 കളിപ്പാട്ടം. ഓക്കെ. എത്ര കളിപ്പാട്ടം? 500 കളിപ്പാട്ടം 80 രൂപ പെർ സ്ക്വയർ മീറ്റർ നിരക്കിൽ പെയിന്റ് അടിക്കണം. ഓക്കെ. അതായത് 500 കളിപ്പാട്ടം എടുത്തിട്ട്, ഇന്നത്തെ ഇതേപോലത്തെ 500 കളിപ്പാട്ടം എടുത്തിട്ട് അതിന്റെ പുറത്തൊക്കെ പെയിന്റ് അടിക്കണം. പുറത്തായിട്ട് പെയിന്റ് അടിക്കേണ്ട, ഉള്ളിലായാലും പെയിന്റ് അടിക്കും ഇല്ല, പുറത്താണ് പെയിന്റ് അടിക്കേണ്ടത്. അപ്പൊ പുറത്ത് മൊത്തം പെയിന്റ് അടിക്കണം. എത്ര നിരക്കില്? 80 രൂപ പെർ സ്ക്വയർ മീറ്റർ, അല്ലെങ്കിൽ 80 രൂപ ചതുരശ്ര മീറ്റർ പെർ ചതുരശ്ര മീറ്ററിന് നമ്മൾ പെയിന്റ് അടിക്കണം. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? എന്ന് പറയുന്നത് 16 സെന്റിമീറ്ററാണ്, ഇതും 16 സെന്റിമീറ്ററാണ്. അപ്പൊ സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ എന്താ പറയുന്നത്? 80 രൂപ സ്ക്വയർ മീറ്ററിലാണ് അല്ലെങ്കിൽ പെർ സ്ക്വയർ മീറ്ററിലാണ് പെയിന്റ് അടിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ള പോലെ തോന്നും, പക്ഷെ അത്ര വലിയ സീനുള്ള സാധനമൊന്നുമല്ല. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ പെയിന്റ് അടിക്കല്ലോ വേണ്ടി. പെയിന്റ് അടിക്കണേ നമ്മൾ എന്താണ് പിടിക്കണം? ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കണ്ടേ? ഓക്കെ. അതായത് എനിക്ക് എന്ത് കാണണം? ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് കാണണം. എത്ര പിരമിഡിന്റെ? 500 എണ്ണത്തിന്റെ. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്? ഒന്നിന്റെ കാണാൻ പോവാണ്. ഓക്കെ. ഒന്നിന്റെ എങ്ങനെയാണ്? എ സ്ക്വയർ പ്ലസ് 2al അല്ലേ? എ സ്ക്വയർ ഉണ്ടോ? എ എന്ന് പറയുന്നത് 16. 16 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ 10. 16ന്റെ സ്ക്വയർ എല്ലാവർക്കും തന്നെ അറിയണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 16ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256 പ്ലസ് 2 ഇൻറ്റു 16 പറഞ്ഞാൽ 32. 32 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 320. ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 256 320 576 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ? പരപ്പളവാണ് നമുക്ക് കിട്ടിയാണ്ട് എന്ത് എഴുതി? സെന്റിമീറ്റർ സ്ക്വയറിന് എഴുതി. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു പിരമിഡ് അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടത്തിന്റെ ഉപരിതല പരപ്പളവ് എത്ര കിട്ടി? അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എത്ര കിട്ടി? 576 കിട്ടി. അപ്പൊ എനിക്ക് ഇതേപോലത്തെ എത്ര കളിപ്പാട്ടുണ്ട്? 500 ടോയ്സ് ഇല്ലേ? ഓക്കെ. അപ്പൊ 500 ടോയ്സിന്റെ ഉപരിതല പരപ്പളവ് കാണാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു ടോയിന് 576 അപ്പൊ 500 ഇൻറ്റു 576 ചെയ്യണം അല്ലേ? ഒരു ടോയിന് 576 ആണെങ്കിൽ 500 എണ്ണം ഉണ്ടെങ്കിൽ ആ 500 എണ്ണത്തിന് ഞാൻ കാണണ്ടേ? അപ്പൊ എത്ര വരിക? 500 ഇൻറ്റു 576. ഇത് നിങ്ങൾ സെൽഫായിട്ടും ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2,88,000 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. 2,88,000 സെന്റിമീറ്റർ സ്ക്വയർ. കാരണം നമുക്ക് ഇതൊക്കെ സെന്റിമീറ്ററിലാണ് വന്നത്. പക്ഷെ നമ്മളോട് എന്താ പറഞ്ഞത്? പെർ മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് പെയിന്റ് അടിക്കേണ്ടത്. അതായത് 80 രൂപ നിരക്ക് 80 രൂപ പെർ മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് പെയിന്റ് അടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തറിയണം? ഈ സെന്റിമീറ്റർ സ്ക്വയറിന് എങ്ങനെയാണ് മീറ്റർ സ്ക്വയർ ആക്കാന്ന് അറിയണം. അപ്പൊ ഉദാഹരണം ഞാൻ പറയാം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെന്റിമീറ്റർ ആണ്.
3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്താ ചെയ്യും? ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100. അതായത് 1നെ ഇൻറ്റു 100 ചെയ്താൽ 100 കിട്ടും, 2നെ ഇൻറ്റു 100 ചെയ്താൽ 200 കിട്ടും, 3നെ ഇൻറ്റു 100 ചെയ്താൽ 300 കിട്ടും. ഓക്കെ, അപ്പൊ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 100 ചെയ്യാം. ഇനി ഞാൻ നേരെ തിരിച്ചു പറയാം. അതായത് 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 1 മീറ്റർ അല്ലേ? അതെങ്ങനെ എനിക്ക് കിട്ടുന്നത്? 100നെ ഇവിടെ ഞാൻ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 100 ചെയ്തതെങ്കിൽ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഞാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം, അല്ലെങ്കിൽ ഹരിക്കണം 100 ചെയ്യണം. ഓക്കെ, അപ്പൊ 100നെ ഞാൻ 100 കൊണ്ട് ഹരിച്ചു, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 1 കിട്ടി. അപ്പൊ 1 മീറ്റർ ആണ്. ഓക്കെ, ഇനി 200 സെന്റിമീറ്റർ ആണെങ്കിൽ 200നെ ഞാൻ 100 കൊണ്ട് ഹരിച്ചു. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 200 ബൈ 100 2. ഇനി 1000 സെന്റിമീറ്റർ ആണെങ്കിൽ 1000നെ ഞാൻ 100 കൊണ്ട് ഹരിച്ചു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു. എത്രയാണ്? 1000 ബൈ 100 10. ഓക്കെ, അപ്പോൾ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാനും മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാനും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ സെന്റിമീറ്റർ സ്ക്വയറിനും മീറ്റർ സ്ക്വയറിനും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നോക്കിക്കോ, 1 മീറ്റർ നമുക്ക് 100 സെന്റിമീറ്റർ ആണ് ആണല്ലോ. ഇനി പറയാം 1 മീറ്ററിന്റെ സ്ക്വയർ എന്താ? 1 മീറ്ററിന്റെ സ്ക്വയർ പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയറിന്. ഓക്കെ, അത് 1ന്റെ സ്ക്വയർ പറഞ്ഞാൽ 1 തന്നെയല്ലേ? പറയാം 100ന്റെ സ്ക്വയർ ഉണ്ടോ? 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10000 ആണ്. അപ്പോ 100ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10000. 100 സെന്റിമീറ്ററിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10000 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. മനസ്സിലായോ? അതിനർത്ഥം എന്താ? 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10000 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 20000 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 3 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? അപ്പൊ എന്ത് ചെയ്യുക? 2 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 2 ഇൻറ്റു 10000, 3 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 3 ഇൻറ്റു 10000. എത്രയാണ്? 30000 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ മനസ്സിലായല്ലോ, മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയർ ആക്കാൻ ഇൻറ്റു 10000 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചെയ്യാൻ എന്താ ചെയ്യേണ്ടി വരിക? ബൈ 10000 ചെയ്യണം. പറയാം, ഒരു 10000 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? ഹരിക്കണം 10000 ചെയ്യാം. അപ്പൊ എന്താവും? 1 മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? അപ്പോ മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയർ ആക്കാനും സെന്റിമീറ്ററിനെ മീറ്റർ സ്ക്വയർ ആക്കാനും നമ്മൾ ഉപയോഗിക്കേണ്ട നമ്പർ ഏതാണ്? 10000 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 500 ടോയ്സിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് എന്താ കിട്ടി? 5,88,000 നില കിട്ടി. അപ്പൊ ഇതിന് ഞാൻ എന്തുകൊണ്ട് ഹരിക്കണം? 10000 കൊണ്ട് ഹരിക്കണം. എന്തിനാ 10000 കൊണ്ട് ഹരിക്കാൻ? മീറ്റർ സ്ക്വയർ ആക്കാൻ. ഓക്കെ, എന്തിനാ മീറ്റർ സ്ക്വയർ ആക്കുന്നത്? കാരണം നമുക്ക് 80 രൂപ മീറ്റർ സ്ക്വയറിലാണ് പെയിന്റ് അടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 0 വെട്ടി 0 വെട്ടി, ഈ 0 വെട്ടി ഈ 0 വെട്ടി, ഈ 0 വെട്ടി ഈ 0 വെട്ടി. ഇനി ഇവിടെ 0 വെട്ടാണ്ടോ? ഇല്ല, പക്ഷെ ഇവിടെ 0 എക്സ്ട്രാ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിന്റ് ഇടും. ഓക്കെ, അപ്പൊ ഈ 0 പോകും. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 2,88,000 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 28.8 മീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി എളുപ്പമാണ്. 1 മീറ്റർ സ്ക്വയറിന് എത്ര രൂപക്ക് പെയിന്റ് അടിക്കാം? 80 രൂപക്കല്ലേ? അല്ലെങ്കിൽ 80 റുപ്പിക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ സ്ക്വയറിന് 2 ഇൻറ്റു 80 160 രൂപക്ക് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 28.8 മീറ്റർ സ്ക്വയറിന് എത്ര വരിക? 28.8 ഇൻറ്റു 80 രൂപക്ക്. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് 28.8 ഇൻറ്റു 80, 0.8 0 ആണ്, 0.8 0 ആണ്, 0.2 0 ആണ്. 8 8 64 4 8 ബാലൻസ് 6 8 8 64 6 70 ആണ്. 0 8 ബാലൻസ് 7 2 8 16 16 7 23. എനിക്ക് എന്ത് കിട്ടും? 0 4 വരിയുണ്ടോ? 0 4 2 3 2, അതായത് 23,240. പക്ഷെ എന്താണ് ഇവിടെ പോയിന്റ് ചെയ്യേണ്ട ഒരു നമ്പർ ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു നമ്പർ പുറകിൽ പോയിന്റ് ഇടാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2,324 രൂപ. അതായത് എനിക്ക് 500 കളിപ്പാട്ടങ്ങൾ പെയിന്റ് അടിക്കണമെങ്കിൽ 2,324 രൂപ വേണം. ഓക്കെ, കാരണം എന്താ? 500 കളിപ്പാട്ടങ്ങൾ ഞാൻ മീറ്റർ സ്ക്വയറിന് 80 രൂപ നിരക്കിലാണ് പെയിന്റ് അടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 28.8 മീറ്റർ സ്ക്വയർ എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ 28.8 ഇൻറ്റു 80 ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 2,324 രൂപ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം സിമ്പിൾ ആണ്. നമ്മൾ മീറ്റർ സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയർ ആക്കാനും സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാനും പഠിക്കണം, അല്ലെങ്കിൽ നമുക്കത് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കുക? ബൈ 10000 ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഇനി നമുക്ക് പേജ് നമ്പർ 260 മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ഓക്കെ, അപ്പോ ചോദ്യം പറയുന്നത് ഇതാണ്: ഒരു പിരമിഡ് ഉണ്ട്, അതിന്റെ പാർശ്വമുഖങ്ങൾ അല്ലെങ്കിൽ ലാറ്ററൽ സൈഡ് ഒക്കെ എന്താണ്?
ഒരു സമഭുജ ത്രികോണാണ് അല്ലെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതുപോലെ തന്നെ പാദവക്ക് എത്രയെന്ന് പറഞ്ഞു, 30 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ സിമ്പിൾ ആണ്, പാദവക്ക് എത്ര, 30 സെന്റിമീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്താണ്, സമഭുജ ത്രികോണം. നമുക്കറിയാലോ ഇത് 30 ആണ്, ഇത് എത്ര വരിക, 30 വരും, ഇത് എത്ര വരും, 30 വരും, ഇത് വരും 30 വരും, കാരണം സമഭുജ ത്രികോണാണ്. നമ്മളെ ഉപരിതല പരപ്പളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ സമവാക്യം എന്താ, ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് സമം a² + 2al ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്തറിയാം, എ അറിയാം. എ എത്രയാണ്, 30 ആണെന്ന് എനിക്കറിയാം. ഇനി എനിക്ക് എന്ത് വേണം, എല്ല് വേണം. എല്ല് നമുക്ക് തന്നിക്കണോ? അപ്പൊ ചില പൊട്ടന്മാർ പറയുന്നുണ്ട്, ഇതല്ലേ സാറേ എല്ല്, അല്ല ഇതല്ല ഇതിന്റെ ഹൈറ്റ് ആണോ, ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നതാണോ ഹൈറ്റ്? അല്ല, ഇവിടുന്ന് കറക്റ്റ് സെന്ററിൽ കിടക്കണതാണ് എന്ത്, ഹൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആദ്യം എല്ല് കണ്ടുപിടിക്കണം. എല്ല് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതെന്താണ്, ഒരു സമഭുജ ത്രികോണം. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര വരിക, 60. ഈ കോൺ എത്ര വരിക, 60. ഈ ടോട്ടൽ കോൺ എത്ര വരിക, 60. ഇത് 90 അല്ലേ, കാരണം നമുക്ക് എല്ല് വരക്കുമ്പോ ഇവിടെ 90 ഡിഗ്രിയിലല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും, 30 അല്ലേ. ഇനി പറഞ്ഞ 30, 60, 90, 30, 60, 90. ഇങ്ങനെയാണ് ത്രികോണം എന്നുണ്ടെങ്കിൽ നമ്മൾ ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിയിൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ, ഇത് തമ്മിലുള്ള ബന്ധം എന്താ, 1√3 2 എത്രയാണ്, 1√3 2. പക്ഷെ നമുക്ക് എന്താ ഇവിടെ അറിയാം, നമുക്ക് അറിയുന്നത് 90ന്റെ എതിരെയുള്ള വശം 30 അറിയാം. എത്ര, 90ന്റെ എതിരെയുള്ള വശം 30. അങ്ങനെയാണെങ്കിൽ 30ന്റെ എതിരെയുള്ള വശം എത്ര വരിക, 15 വരും അല്ലെ. എത്ര വരിക, 15. അതിപ്പോ നമുക്ക് ഇത് എടുക്കാൻ മനസ്സിലാവുന്നത് 30ന്റെ എതിരെ അതിന്റെ പകുതിയാണ് വരിക. അപ്പൊ ഇവിടെ എത്ര വരും, 15 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 60ന്റെ എതിരെയാണ് ആര് നമ്മൾ നിൽക്കണേ, നമ്മുടെ എല്ല് നിൽക്കണം അല്ലെ. 60ന്റെ എതിരെയാണ് നമ്മുടെ എല്ല് നിൽക്കുന്നത്. ഈ 60ന്റെ എതിരെ എത്ര വരിക, 15√3. അതായത് ഇവിടെ എന്താണോ അതേ √3 ആണ് ഇവിടെ വരിക. 1√3 ഇവിടെ 15 ആണെങ്കിൽ 15√3. അപ്പൊ എനിക്ക് എല്ലാം എന്ത് കിട്ടി, 15√3 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപരിതല പരപ്പളവ് കാണാം. a² + 2al അല്ലേ, സമം 30² + 2 × 30 സോറി എത്ര, 15√3. ഓക്കെ, എന്താ ഒരു 30ന്റെ സ്ക്വയർ എത്ര, 900 വരും കേട്ടോ. ഓക്കെ, എത്രയാണ്, 900 വരും. 2 × 30 എത്രയാണ്, 2 × 30 പറഞ്ഞാല് 60 ആണ്. 60 × 15 എന്ന് പറഞ്ഞാല് 60 × 10 എത്രയാണ്, 60 × 10 600 ആണ്. 60 × 5 300 ആണ്. അപ്പൊ എനിക്ക് എത്ര കിട്ടി, 900 × √3. അപ്പൊ എത്ര വരിക, 900√3. ഇനി നമ്മൾ ചെയ്യാൻ പോണ പൊട്ടത്തരാണ് എന്ത്, 900 + 900√3. ഇത് ഞാൻ എന്ത് എഴുതും, 1800√3 എഴുതും. അങ്ങനെ എഴുതാൻ പറ്റൂല കേട്ടോ. കാരണം എന്താ, ഇതൊരു പൂർണ്ണസംഖ്യയാണ് അല്ലെങ്കിൽ ഒരു ഹോൾ നമ്പർ ആണ്. ഇത് ×√3 ചെയ്തൊരു നമ്പറാണ്. അപ്പൊ ഇത് രണ്ടും പാടെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റൂല, 1800√3 എഴുതാൻ പറ്റൂല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഇത് 900 രൂപ. ഓക്കെ, 900 രൂപന്റെ കയ്യിലുണ്ട്. അതുപോലെ 900√3 പകരം പേൻ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ 900 പെണ്ണിന്റെ കയ്യിലുണ്ട്, 900 രൂപന്റെ കയ്യിലുണ്ട്. ഇനി പറയാം, 900 രൂപയും 900 പെണ്ണും കൂട്ടിയാല് എനിക്ക് 1800 പെണ്ണാവും. നമ്മൾ 1800√3 എഴുതിയാൽ അങ്ങനെയല്ലേ വരിക, 1800 പെണ്ണ് പോലെ നല്ല വരിക. അപ്പൊ അങ്ങനെയെന്നുണ്ടെങ്കിൽ എനിക്ക് അത് എഴുതാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ എഴുതിയിട്ട് ആൻസർ അവസാനിപ്പിക്കാം. എന്നിട്ട് എന്ത് എഴുതാം, സെന്റിമീറ്റർ സ്ക്വയറിന് എഴുതാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് എഴുതാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിലും 900 ഉണ്ട്, ഇതിലും 900 ഉണ്ട്. രണ്ടും ഞാൻ ആരെടുത്തു, 900 എടുത്തു. ഇവിടെ 900 പോയ പിന്നെ ആരാള്, 900ന്റെ കൂടെ × 1 ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 1 ഞാൻ അവിടെ എഴുതി. പിന്നെ പ്ലസ് ഇട്ടു. ഇവിടെ 900 പോയ ആരാള്, √3 ആണുള്ളത്. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ. നോക്കാം, ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യ ആണെങ്കിൽ 900 + 900√3 അങ്ങനെ തന്നെ ആവും. മനസ്സിലായല്ലോ. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ആളുണ്ടെന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ബ്രാക്കറ്റിൽ എഴുതാം. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നല്ല. ഒന്നുകൊണ്ട് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് പേജ് നമ്പർ 260 4ാമത്തെ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ചോദ്യം പറയുന്നത് ഇതാണ്, നമ്മളെ പിരമിഡിന്റെ അല്ലെങ്കിൽ സ്തൂപികത്തിന്റെ പാദത്തിന്റെ പെരിമീറ്റർ അത് എത്രയാണ് നമ്മൾ പറഞ്ഞു, 40 ആണെന്ന് പറഞ്ഞു. എത്രയാന്ന് പറഞ്ഞു, 40 ആണെന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു, എല്ലാ വക്കുകളും ഞാൻ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര കിട്ടും, 92 കിട്ടും. അതായത് ഇപ്പൊ ഞാൻ പിരമിഡ് വരക്കാം. ഇതിന്റെ പിരമിഡാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതെന്താണ്
പിരമിഡ് ആണെന്ന് വിചാരിക്കും. എന്താ പറയണേ, പാദത്തിന്റെ പെരിമീറ്റർ എത്രയാണ്? 40 അങ്ങനെയാണെങ്കിൽ എടാ ഇതിൽ എത്ര എ ഉണ്ട്? 1A 2A 3A 4A, ഇതല്ല ഇതിന്റെ ചുറ്റളവ്. അതായത് 4A ആണ് 40. 4A 40 ആണെങ്കിൽ 1A എത്ര വരിക? 10 അല്ലേ വരിക? അപ്പൊ എനിക്ക് A സമം കിട്ടി 10 കിട്ടി. അപ്പൊ A സമം 10 കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ പാദ വക്കിന് കിട്ടി. ഇനി നമ്മളോട് പറയുന്നത് എല്ലാ വക്കുകളും കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 92 കിട്ടും എന്ന് പറയാം. ടോട്ടൽ എത്ര വക്കുണ്ട് നമ്മളെ സ്തൂപികത്തിന്? താഴെ 4 വക്കുണ്ട് ഇല്ലേ? പാദത്തിന് 4 വക്കുണ്ട്. അതുപോലെ തന്നെ ത്രികോണങ്ങൾ, 4 ത്രികോണങ്ങളും പാടെ കൂട്ടിയാൽ നമുക്ക് എത്ര വക്ക് കിട്ടും? 1 2 3 4 അല്ലെ? ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3 അപ്പുറത്ത് 4 ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര വക്കാണ്? 8 വക്കാണ്. ഈ പാദത്തിന്റെ ടോട്ടൽ പെരിമീറ്റർ എത്രയാണ്? അത് 40 ആണെന്ന് നമുക്കറിയാലോ. അത് നമ്മുടെ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 40 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് 92. അതിന് 40 പോയി, ബാക്കി എത്ര ഉണ്ടാവും? 52 ഉണ്ടാവും ഇല്ലേ? ബാക്കി എത്ര ഉണ്ടാവും? 52. ഈ 52 എന്ന് പറയുന്നത് 4 നമ്മളെ ലേറ്ററൽ വക്ക് അല്ലെങ്കിൽ പാർശ്വവക്കുകൾ കൂട്ടിയല്ലേ? നമുക്ക് മനസ്സിലായല്ലോ, 4 പാർശ്വവക്കുകൾ കൂട്ടിയാണ്. അതായത് ഒരു പാർശ്വവക്ക് എന്ന് പറഞ്ഞാൽ E ആണ്. അങ്ങനെയാണെങ്കിൽ 4 പാർശ്വവക്ക് പറഞ്ഞാൽ 4E ആണ്. അപ്പൊ 4E ആണ് എന്ത്? 52. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻക്ക് എത്ര വരിക? 52/4. അത് ശരി, എനിക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. എത്ര കിട്ടും? 13 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? A കിട്ടി, E കിട്ടി. ഓക്കെ, എനിക്ക് എന്താ വേണ്ടി? എനിക്ക് ഇതിന്റെ ഉപരിതല പരപ്പളവാണ് കാണേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരമാണ് ശരിക്കും? എയും വേണം എല്ലും വേണം. E കിട്ടിയോണ്ട് എനിക്ക് കാര്യമുണ്ടോ? ഇല്ല. E കിട്ടിയോണ്ട് എനിക്ക് കാര്യമല്ല. അപ്പൊ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എല്ല് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. എനിക്ക് എത്ര A കിട്ടിയത്? A കിട്ടിയത് എനിക്ക് 10 ആണ്. ഓക്കെ, ഈ E കിട്ടിയത് എനിക്ക് എത്രയാണ്? E കിട്ടിയത് എനിക്ക് 13 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എന്റെ എല്ല് വരക്കുകയാണെങ്കിൽ, എനിക്ക് എല്ലാം കണ്ടുപിടിക്കണ്ടേ? എല്ല് വരക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരും. ഓക്കെ, പക്ഷെ ഇതിന്റെ കോണുകൾ എന്തെങ്കിലും എനിക്കറിയോ? ഒരു 90 ഡിഗ്രി അറിയാം. ഈ കോണം എനിക്കറിയോ? അറിയില്ല. ഓക്കെ, എത്രയെന്നൊന്നും നമ്മളോട് പറഞ്ഞില്ല. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെന്നോ അല്ലെങ്കിൽ സമഭുജ ത്രികോണാണെന്നൊന്നും നമ്മളോട് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കണ ആളാരാ? നമ്മുടെ പൈതഗോറസ് തിയറം അല്ലെ? പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ബേസ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ അല്ലെ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അങ്ങനെയാണ് നമ്മളെ പൈതഗോറസ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളെ ഈ ത്രികോണത്തിന്റെ ബേസ് എത്ര? ഈ ത്രികോണത്തിന്റെ ബേസ് 5 ആണ് വരിക. കാരണം നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ലംബം വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്യും. അപ്പൊ ഇത് 5, ഇത് 13, ഇത് 5, ഇത് 13. അപ്പൊ പാദം എത്ര? 5 സ്ക്വയർ പ്ലസ് ലംബം എത്ര? എനിക്കറിയില്ല. അപ്പൊ ഞാൻ അതിനെന്തെടുത്തു? എല്ലാം എടുത്തു. കാരണം എന്റെ എല്ലാണല്ലോ ഇത്. ലംബം സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ്. ഈ കാരണം എത്രയാണ്? 13 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് എൽ സ്ക്വയർ പറഞ്ഞാൽ എനിക്കറിയില്ല. എൽ സ്ക്വയറിന്റെ 13ന്റെ സ്ക്വയർ പറഞ്ഞാൽ 169 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എനിക്ക് എൽ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? 25 അപ്പുറം കൊണ്ടുപോകണം. അപ്പൊ എന്ത് വരും? എൽ സ്ക്വയർ സമം 169. 25 അപ്പുറം പോകുന്നുണ്ടാവും -25. എത്ര വരിക? 144. അതായത് എൽ സ്ക്വയർ 144. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൽ എന്താ കിട്ടുക? എൽ സമം √144. അതായത് എൽ സ്ക്വയർ 144. അപ്പൊ സ്ക്വയർ അപ്പുറം പോകുമ്പോ എന്താവും? റൂട്ട് ആവും. അപ്പൊ എൽ സമം √144. എത്ര കിട്ടും? എനിക്ക് 12 എന്ന് കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എൽ എത്രയാണ്? എൽ സമം 12 ആണ്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്നൊരു സംഭവമുണ്ട്. അതായത് 5ഉം 12ഉം വന്നാല് അപ്പുറത്ത് 13 വരുള്ളൂ. ഓക്കെ, അങ്ങനെ സംഭവം ഉണ്ട്. അല്ലെങ്കിൽ 5ഉം 13 ഉണ്ടെങ്കിൽ അടുത്ത 12 കാരം. ഈ 12ഉം 3 ആണെന്നുണ്ടെങ്കിൽ അടുത്തത് 5 കാരം. അങ്ങനെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ 3 അക്കങ്ങളുണ്ട്. അതുപോലെ വരുന്നതാണ് 1ഉം 1 √2 നമ്മൾ പഠിച്ചില്ലേ? അതേപോലെ 1 √3 2 30 60 90. അതുപോലെ 3 4 5. ഓക്കെ, ഇതൊക്കെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. 13ഉം 5ഉം ആണെന്നുണ്ടെങ്കിൽ അടുത്ത എത്ര വരുന്നുണ്ട്? 12. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? എല്ല് കിട്ടി. എല്ല് എത്രയാണ് കിട്ടി? 12. ഇനി സർഫസ് ഏരിയ കാണാൻ പണിയുണ്ടോ? അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് കാണാൻ പണിയുണ്ടോ? എന്താണ്? TSA സമം A² പ്ലസ്
2al. എത്രയാണ് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 12 എത്ര 10 സ്ക്വയർ 100 ആണ്. 2 ഇൻറ്റു 10 എത്രയാണ് 20. 20 ഇൻറ്റു 12 10 ഇൻറ്റു 12 120. അപ്പൊ 20 ഇൻറ്റു 12 240. ഓക്കെ 240 എത്ര നമുക്ക് വരിക 340 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പോ ഇതൊരു എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് പൈതഗോറസ് തിയറം അറിയുന്ന ഒന്നും കൂടി ടെസ്റ്റ് ചെയ്താണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5ാമത്തെ ചോദ്യം ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 260 ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇതൊരു വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മളോട് എന്ത് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ഒരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഒരു സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമോ? എങ്ങനെ? കണ്ടീഷൻ എന്താ? നമ്മളെ പാദത്തിന്റെ ഏരിയ ഓക്കെ അല്ലെങ്കിൽ ബേസ് ഏരിയയും അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ ഓക്കെ അല്ലെങ്കിൽ പാർശ്വതല പരപ്പളവും ബേസ് ഏരിയ അല്ലെങ്കിൽ പാദ പരപ്പളവ് എന്താണ് തുല്യമാണ്. അവിടെ പറഞ്ഞ നമ്മൾ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ എങ്ങനെ കാണാം a² പ്ലസ് 2al. നമ്മളോട് എന്താ പറയുന്നത് a² ആദ്യം തുല്യമാണോ ഈ 2al തുല്യമാണോ? അങ്ങനെയുള്ള ഒരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മോട് ചോദിക്കുന്നത്. ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു a² ആര് തുല്യമാണെന്ന് കിട്ടും 2al തുല്യമാണെന്ന് കിട്ടും. ഓക്കെ അപ്പൊ എനിക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഞാൻ ഈ ഏനോ ഇങ്ങോട്ട് കൊണ്ടാണ് ഓക്കെ ഇവിടെയുള്ള ഏന എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് കൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്തു ഇവിടെ a² ഉണ്ട് അവിടെ ഇന്റു ചെയ്യാണ്ട് ഇങ്ങോട്ട് വരുമ്പോ എന്താവും ബൈ ഏനാവും ഈക്വൽ ടു 2l. ഓക്കെ അപ്പൊ എനിക്ക് എന്ത് a² ബൈ a ഈക്വൽ ടു 2l കിട്ടി. അറിയാം a² എന്ന് പറഞ്ഞാൽ a ഇൻറ്റു a അല്ലേ. അപ്പൊ മേലത്തെ ഒരു എയും താഴത്തെ ഒരു എയും ഞാൻ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി a സമം 2l എന്ന് കിട്ടി. ഓക്കെ a സമം 2l എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഈ രണ്ടിനപ്പുറം കൊണ്ടാൻ പോവാം. ഓക്കെ രണ്ടിനപ്പുറം കൊടുത്താൽ എന്താവും a/2 സമം l എന്ന് വരും. ഓക്കെ a/2 സമം l എന്ന് വരും. നമ്മളെ ആൻസർ ആയി. ഓക്കെ അപ്പൊ ആൻസർ ആയെന്ന് ചിലവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. a പറഞ്ഞെന്താ നമ്മളെ പാദവക്ക് /2 പറഞ്ഞെന്താ പാദവക്കിന്റെ പകുതി സമം l പറഞ്ഞെന്താ l പറഞ്ഞാല് നമ്മളെ ചെരിവ് ഉയരം. അപ്പൊ ചെരിവ് ഉയരം പാദവക്കിന്റെ പകുതിനോട് തുല്യമായാൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ഒരു പിരമിഡ് ഉണ്ടാക്കാം. അതിന്റെ കണ്ടീഷൻ എന്താ ചെരിവുയരം എത്ര ആവണം അത് നമ്മളെ പാദത്തിന്റെ പകുതി ആവണം. അപ്പൊ നമുക്കിപ്പോ എന്ത് മനസ്സിലായി എന്റെ പകുതിയായിട്ട് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാം ഒരു പിരമിഡ് ഉണ്ടാക്കാം. ആ പിരമിഡിന്റെ പ്രത്യേകത എന്തേക്കാരം പാദപരപ്പളവും പാർശ്വതല പരപ്പളവും അല്ലെങ്കിൽ ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും ഉണ്ടാവും തുല്യമായിട്ട് കിട്ടും അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് കിട്ടും എന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങളെ ബുദ്ധി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും ഈക്വൽ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അപ്പൊ അത് ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിരമിഡ് ഫോം ചെയ്യോ? അത് ഫോം ചെയ്യില്ല. ഇനിയിപ്പോ നല്ല ഹൈറ്റിൽ ഫോം ചെയ്യോ? അത് തീരെ ഹൈറ്റ് ഇല്ലാണ്ട് ഫോം ചെയ്യും. എന്തെന്നെ ആയാലും ആ ചോദ്യത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താണ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. ഓക്കെ ഇനി നമുക്ക് അടുത്ത എക്സസൈസ് അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ ഞാൻ പോണേണ് വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്.